മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ അധ്യാപകർക്ക് പ്രധാന പങ്കുണ്ട്. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാണ് അധ്യാപകർ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതും ഗുരുക്കന്മാരാണ്. അധ്യാപകർക്ക് ഇതൊരു തപസ്യയാണ്. പഠിക്കാൻ മുന്നിലിരിക്കുന്നത് മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ. അവരെ പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദിച്ചും പഠനം മുന്നേറുകയാണ്. തേനീച്ച എങ്ങോട്ടാ പോന്നെ? ആദ്യം പൂവിലേക്ക് നേരെ വന്നിട്ട് മിടുക്കി. നക്ഷത്രം മിടുക്കിയാണല്ലോ, മിടുക്കല്ലേ? മിടുക്കി. വെല്ലുവിളികളെ അതിജീവിച്ച് ഭാവിയിൽ ഇവരും സ്വയം പര്യാപ്തരാകണം. തൊഴിൽ നേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇക്കാര്യങ്ങൾ മനസ്സിൽ ഉരുവിട്ടാണ് അധ്യാപകരെല്ലാം പാഠപുസ്തകം കയ്യിലെടുക്കുന്നത്. ഈച്ചയല്ല, തേനീച്ച. തേനീച്ച എങ്ങോട്ടാ പോന്നേ? പൂവിലേക്ക് പോണല്ലേ? പത്തനംതിട്ട അടൂർ മണക്കാലയിലെ ദീപ്തി സ്പെഷ്യൽ സ്കൂൾ ഒരു ഉദാഹരണം മാത്രമാണ്. 2022-23 അധ്യയന വർഷം ഈ സ്പെഷ്യൽ സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 18 കുട്ടികളും മികച്ച വിജയം നേടി. കുട്ടികളുടെയും തങ്ങളുടെയും അതിയായ ആഗ്രഹങ്ങളാണ് വിജയത്തിലെത്തുന്നത്. ആ ആഗ്രഹമാണ് പഠിപ്പിക്കാനുള്ള ഊർജ്ജമേകുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അജീനയുടെ വാക്കുകളാണ്. നമ്മുടെ പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവർക്കൊരു തൊഴിൽ കിട്ടിയിട്ടുണ്ട്. വന്ന രീതിയും ആദ്യം വന്ന ആ കറണ്ട് ലെവലും പിന്നീട് നമ്മളിൽ നിന്നുള്ള പരിശീലനം കിട്ടിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ തിരിച്ചറിയാം. പേരൻസിന് തിരിച്ചറിയാം. അവർ നമ്മളോട് പറയുന്നുണ്ട്, ടീച്ചറെ ഇന്നതാണ് മോൻ ഒത്തിരി മാറിയിട്ടുണ്ട്, ഇന്നതുപോലെ ചെയ്യാൻ തുടങ്ങി, ഇന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഒരുപാട് സന്തോഷമാണ്. അധ്യാപകരുടെ സ്നേഹം കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പാഠഭാഗങ്ങൾ ഓരോന്നായി മനസ്സിരുത്തി പഠിച്ച് അവർ മുന്നേറും. In India there are 270 species. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി പിന്നെ ആനിമേഷൻ പഠിച്ചു. ശേഷം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. മറ്റൊരു വിദ്യാർത്ഥി പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചലർ ഓഫ് ഡിസൈനിങ് പഠിക്കുന്നു. ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരവധിയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ മാത്യു. ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ഒരു മകന് അനിമേഷൻ പഠിച്ചിട്ട് അവനിപ്പോൾ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 4ാമത്തെ മകൻ ദീപ്തി സ്കൂളിൽ തന്നെ NIOSൻ്റെ 10ാം ക്ലാസ് പാസ്സായ ശേഷം ഹയർ സെക്കൻഡറിയിൽ CSI സ്കൂൾ ഫോർ പാർഷ്യലി ഹിയറിങ്ങിൻ്റെ ഹയർ സെക്കൻഡറി പഠിച്ചു. ഇപ്പം പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചലർ ഓഫ് ഡിസൈൻ്റെ 4 വർഷ കോഴ്സാണ്. 3 വർഷം പൂർത്തിയായി. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ട്രിവാൻഡ്രത്ത് ചെയ്തുകൊണ്ടിരിക്കും. NIOS സിലബസിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് റെഗുലർ സ്കീമിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം സാധ്യമല്ലെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കാൻ സർക്കാർ അവസരം ഒരുക്കണമെന്ന അഭ്യർത്ഥന കൂടി അധ്യാപകർക്കുണ്ട്. സ്പെഷ്യൽ സ്കൂളുകളിൽ കളിച്ചിരികളും പ്രോത്സാഹനങ്ങളുമൊക്കെയായി അധ്യയനം തുടരുകയാണ്. ഞങ്ങൾക്കും ഇവിടെ നന്നായി ജീവിക്കണം, മിടുക്കരാകണം, വെല്ലുവിളികൾ ഓരോന്നായി അതിജീവിക്കണം. സ്നേഹം ആവോളം വാരിക്കോരി തരുന്ന അധ്യാപകർ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിന് ആശങ്കപ്പെടണം? ഇതെന്താ, ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണോ? ആണോ? ഇത് നല്ല ടേസ്റ്റ് ആണോ? എരിവാണോ? പുളിയാണോ? എന്താ ഇതിന്? DD ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.